മീര ഹൈലി പ്രൊഫഷണൽ. മേഘ്ന കണ്ടത്തോളം വെരി പാവം, ഇന്നസെൻ്റ് ആണ്. പിന്നെ ചോദിച്ച ദീപൻ ഇസ് നിഷ്കളങ്കൻ, സ്ട്രേറ്റ് ഫോർവേഡ്, 100% മാർക്ക് ദർ. ആനന്ദ് വിക്കിപീഡിയ, നുവിൻ ഇന്നസെൻ്റ് ആൻഡ് നിഷ്കളങ്കൻ. ഇതിലൊരു ഡപ്പ. ശരണ്യ പാവാണ്, ഭയങ്കര പാവം. പാവം ശരണ്യനെ നമുക്കൊന്ന് വിളിച്ചാലോ? അടുത്ത സെഗ്മെന്റ് അതാണ്. ഹേയ് മൈ ഫ്രണ്ട് എന്നാണ് അടുത്ത സെഗ്മെന്റിന്റെ പേര്. ശരണ്യയുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പൊ നമ്മളിപ്പോ ശരണ്യനെ ഒന്ന് വിളിക്കാൻ പോകണം. ഒരു 1 മിനിറ്റ് ശരണ്യയോട് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് ഒന്നും പറയാനേ പാടില്ല. നമുക്ക് കുടുംബവിളക്കിന്റെ മെമ്മറീസ് ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കാം, പറയാം. ശരണ്യയായിട്ട് ഞാൻ കൂടുതലും ഹിന്ദിയിലാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. മലയാളം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അതാണ് ഈ സെഗ്മെന്റിന്റെ ആകെയുള്ളൊരു ടാസ്ക്. ഇംഗ്ലീഷും ഹിന്ദിയും പറയാൻ പാടില്ല. ഇംഗ്ലീഷ് പറയാൻ പാടില്ല എന്നുള്ളത് ഗെയിമിന്റെ റൂളാണ്. ഹിന്ദി പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാകില്ല എന്നുള്ളത് എന്റെ വേറൊന്നും കൊണ്ടല്ല. ഞാന് എനിക്കറിയാവുന്ന കുറച്ച് ഹിന്ദി ബ്രഷപ്പ് ചെയ്തോണ്ടിരിക്കുന്നത് ശരണ്യയുടെ അടുത്തും മീരയുടെ അടുത്തുമായിരുന്നു കുടുംബവളക്ക് സെറ്റില്. അപ്പം അതുകൊണ്ട് ശരണ്യയുടെ അടുത്ത് പിന്നെ ബൈ ഡിഫോൾട്ട് അങ്ങനെ സംസാരിക്കുമ്പം ആയിപ്പോകും. അപ്പൊ ലൊക്കേഷനിലാണെങ്കിലും ആൾക്കാർ വിചാരിക്കുമ്പോൾ ഭയങ്കര ജാടയാണ്, എന്താ ഹിന്ദി സീരിയലാണോ എന്നൊക്കെ ചോദിച്ചാൽ. പക്ഷെ ഞാൻ വെറുതെ അപ്പോൾ ശരണ്യായിട്ടുള്ളൊരു ഒരു പേഴ്സണൽ കണക്ഷനിൽ മലയാളം സംസാരിക്കാം. ശരണ്യയോട് ഞങ്ങൾ പറയും, ശരണ്യ ഇങ്ങോട്ടും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഈ പറഞ്ഞതുപോലെ വേറെ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പാടില്ല, മലയാളം തന്നെ പറയും. അപ്പൊ നമുക്ക് വിളിക്കാം അല്ലെ? യെസ്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ഈ സെഗ്മെന്റില് ഹേയ് മൈ ഫ്രണ്ട് എന്ന് പറയുന്ന സെഗ്മെന്റില് KKക്ക് വേണ്ടിയിട്ട് ശരണ്യെ വിളിക്കാൻ പോവാണ്. ഇവർക്ക് രണ്ടുപേർക്കും മലയാളം മാത്രം പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ ഗെയിമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് പറയാം, അത് എന്തായാലും പറയാം. അപ്പൊ നമ്മൾ പോവാണേ. ഹലോ ശരണ്യ, ഗുഡ് ഈവനിങ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ നിന്നാണ് വിളിക്കുന്നത്. ഇവിടെ നമ്മുടെ ഹോട്ട് സീറ്റിൽ KK മേനോൻ ഉണ്ട്. എന്റെ ഓപ്പോസിറ്റ് ഇരുന്ന ആളിവിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ചെറിയൊരു ടാസ്കിന്റെ ഭാഗമായിട്ടാണ് ശരണ്യെ വിളിച്ചത്, മറ്റൊന്നും അല്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ജസ്റ്റ് ഒരു 1 മിനിറ്റ് സംസാരിക്കാനുള്ള ഒരു സെഗ്മെന്റ് ആണ്. അപ്പൊ സെഗ്മെന്റിലെ ചെറിയൊരു ടാസ്കുകൾ, നിങ്ങൾ മലയാളം മാത്രമേ പറയാൻ പാടുള്ളൂ. ഓക്കെ. ശരണ്യ വെൽ കോൺഫിഡന്റ് ആട്ടോ. ഇവിടെ ഒരാൾ പറഞ്ഞു ശരണ്യക്ക് ഹിന്ദി അല്ല കേക്കാണെന്ന് പറഞ്ഞപ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ചു എവിടെ പോയി വെട്ടിരിക്കുകയാണോ എന്തോ. ആള് പെട്ടില്ലേ? വിളിച്ചപ്പോ ആക്ച്വലി വെള്ളം കുടിക്കാന്ന് പറഞ്ഞത് സത്യാട്ടോ. അപ്പൊ രണ്ടുപേർക്കും കൂടെ സംസാരിക്കാനുള്ള ഒരു ടൈം സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ KKയുടെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബവിളക്കിലെ മെമ്മറീസോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് പരസ്പരം കാര്യങ്ങൾ സംസാരിക്കാം. 1 മിനിറ്റ് ടൈം ഉണ്ട്, മലയാളം ഓൺലി. ഓക്കെ ശരണ്യ? എന്തോ? ഓഹോ, എനിക്ക് തോന്നുന്നു നമ്മൾ പരിചയപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ടായിരിക്കും നമ്മൾ വെറും മലയാളത്തിൽ മാത്രം സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതെ അല്ലേ. ഇനി മലയാളം ഇനി ഞാൻ ശ്രദ്ധിച്ച് ഇങ്ങനെ മലയാളം തന്നെ വരണമെന്ന് തന്നെ ടെൻഷൻ. മറ്റേ ആ ടീല് പറഞ്ഞ വേർഡ് എങ്ങനെയുണ്ട് എന്റെ ഭർത്താവ്? സുഖമായിട്ടിരിക്കുന്നോ? ഭർത്താവ് സുഖമായിട്ട് അവിടെ ഇരിപ്പില്ലേ? ഇവിടുത്തെ ഭർത്താവ് സുഖമായിട്ടിരിക്കുന്നു. അവിടുത്തെ ഭർത്താവ് ഇവിടുത്തെ മലയാളം നാടകത്തിലെ ഭർത്താവ് സുഖമായിട്ടിരിക്കുന്നു. നാടകമൊക്കെ തീർന്നിട്ട് കാലങ്ങളായി. ഓർമ്മയുണ്ടോ നാടകങ്ങളൊക്കെ? ഉണ്ട്. ആ നാടകത്തിനെ കുറിച്ച് ഇപ്പോഴും പ്രേക്ഷകർ എന്നോട് സംസാരിക്കാറുണ്ട്. ഇന്ന് വാഹനത്തിൽ വന്നപ്പോഴും എന്ത് വാഹനമാണ്? വാഹനമല്ല, മറ്റേ അതിന്റെ ഇംഗ്ലീഷ്, അതിന്റെ ആ വേർഡ് പറയാൻ പറ്റില്ല. വണ്ടി. തീവണ്ടിയിൽ വരുന്ന സമയത്തും പ്രേക്ഷകർ കുടുംബവിളക്ക് പറയാലോ. പിന്നെ കുടുംബവിളക്ക് പറയാം. കുടുംബവിളക്കിലെ ഭാര്യനെ എല്ലാരും ഓർത്തു. എല്ലാരും ഓർത്തു. എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ സ്ഥലത്തിന്റെ പേര് പറയാം, നാഗ്പൂർ ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ 4-ാം തീയതി പ്രോഗ്രാമിലോ പരിപാടിയുടെ? അങ്ങനെ ഒരു പുതിയ സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ നല്ല രീതിയിൽ അത് ഗംഭീരമായി പരിപാടി. സഹായിക്കരുത് കേട്ടോ, പറഞ്ഞോട്ടെ. പരിപാടി
പിന്നെ അതില് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുണ്ട് പ്രിയതമ്മ. ഓക്കെ. കേക്ക് അത് കേക്കണം. ഞാൻ കേട്ടു കേക്കണം. എന്നിട്ട് പാട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം. ഓ ശരി. ശരി. ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭക്ഷണം ഇതിന് ശേഷം, ഈ പരിപാടിക്ക് ശേഷം ഭക്ഷണം കഴിക്കുന്നതായിരിക്കും. എപ്പോഴാ കാണാൻ വരുന്നത്? നീ എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ടോ? എറണാകുളത്തുണ്ടോ? ഞാൻ വീട്ടിലുണ്ട്. വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. എന്തായാലും ഈ ഒരു രീതിയിൽ ക്ഷണിക്കുന്നതില് അല്ല, വീട്ടിൽ എന്ന് പറഞ്ഞാൽ എവിടെ? എറണാകുളത്തുണ്ടോ അതോ അങ്ങ് പോയോ? എറണാകുളത്ത്. ഓ, ഞാൻ നാളെ എന്റെ പരിപാടിയുടെ ചിത്രീകരണമാണ്. അതെയോ? ആ, അത് ഞാൻ പറയാം. അറിയില്ല, എനിക്ക് അതിന്റെ വേർഡ് പറയാൻ അറിയില്ല മലയാളത്തില്. ഇല്ല, ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോ 1 മിനിറ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞ ഒരു 5 മിനിറ്റ് എനിക്ക് നിന്നോട് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ പറയണം. മംഗളാശംസകൾ നേർന്നതിന് നന്ദി. ഞാൻ